ഈ വിളക്കെണ്ണ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒട്ടും ശുദ്ധമല്ലാത്തതാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ നല്ല എള്ളെണ്ണ, അതല്ലെങ്കിൽ നല്ല പശുവിൻ നെയ്യ്, ഈ രണ്ടിലുമാണ് വിളക്ക് കത്തിക്കേണ്ടത്. അത് നമ്മുടെ ഇതുപോലെ നമുക്ക് എത്ര നേരം കത്തിക്കുവാനുള്ള നെയ്യും എണ്ണയും ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുമോ അത്രയും നേരം നിങ്ങൾക്ക് അത് കത്തിക്കാം. നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ്, വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ കൂടി. ഈ വിളക്ക് കത്തിക്കുന്ന കാര്യത്തിൽ പോലും സംശയങ്ങളുണ്ട്. ഇപ്പോൾ തിരി മാറ്റണോ, എത്ര തിരി ഇടണം, അതെപ്പോൾ കത്തിക്കണം, എത്ര നേരം കത്തിക്കണം, അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ? തീർച്ചയായിട്ടും. വിളക്ക് കത്തിക്കുക എന്നുള്ളത് അതൊരു ദീപമാണ്. എപ്പോഴും എവിടെയും നമുക്കൊരു ദീപം കാണുക എന്നുള്ളത് നമ്മുടെ മനസ്സിന് ആഹ്ലാദകരമായിട്ടുള്ള സംഗതിയാണ്, അല്ലേ? ഒരു ഇരുട്ട് മുറിയിൽ അടച്ചു പൂട്ടി ഇരിക്കുവാൻ നമുക്ക് ആർക്കും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കുന്നവർക്ക് അവർക്ക് അസ്വാഭാവികമായിട്ടുള്ള എന്തോ ഒരു പരിണാമം ഉണ്ടായവരാണ് ഇരുട്ടത്തിരിക്കാനായിട്ട് ആഗ്രഹിക്കുക. അല്ലാത്തവരെല്ലാവരും വെളിച്ചത്തിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുക. ജീവിതം എപ്പോഴും വെളിച്ചം നിറഞ്ഞത് ആയിരിക്കണം എന്നാണ് മുന്നോട്ടുള്ള ജീവിതം. കുറേ കൂടി പ്രകാശം എന്നിലേക്ക് വരാനാണ് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത്. എത്രത്തോളം പ്രകാശമുണ്ടോ ഇനിയും ഇനിയും ഇനിയും. പ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനം തന്നെയാണ്. ജ്ഞാനം ആണ് ബ്രഹ്മം എന്നാണ് പറയുക. ഈശ്വരൻ തന്നെയാണ്. അത് ഈശ്വരനിലേക്ക്, ഈ പ്രകാശം എന്നുള്ളത് ഈശ്വരനിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ ഈശ്വരീയമായിട്ടുള്ള, അല്ലെങ്കിൽ ഇനി ഈശ്വരൻ എന്താ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ പ്രപഞ്ചത്തിലൊരു ചൈതന്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനെയാണ് നമ്മൾ പല പേരുകളിലും വിളിക്കുന്നത്. എനിക്കിഷ്ടമുള്ള ഭഗവാന്റെ പേരിൽ ഞാൻ വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രപഞ്ചത്തിലുള്ള ചൈതന്യത്തെ എൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ചൈതന്യം, അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രകാശമയമായിട്ടുള്ളതെന്ന് പറയുന്നത് സൂര്യനാണ്, അല്ലേ? സൂര്യനും ചന്ദ്രനും എന്ന് പറയും. ചന്ദ്രൻ പക്ഷേ സ്വയം പ്രകാശിക്കുന്നതല്ല. സൂര്യൻ്റെ പ്രകാശത്തെ ആ ചന്ദ്രനിലുള്ള ജലമയത്തിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശം. അപ്പോൾ സൂര്യനാണ് വെളിച്ചത്തിൻ്റെ, പ്രകാശത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീടുകളിൽ വിളക്ക് കത്തിക്കുന്നതും പഴയ അറിവുള്ള ആളുകൾ പറയുന്നതും ഇങ്ങനെയാണ്. രാവിലെ സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ വിളക്ക് കത്തിക്കും. അത് ചിലർ പറയും കുളിച്ച് വന്നിട്ട് വേണമെന്ന് പറയും, അല്ലെങ്കിൽ കാലും മുഖവും കഴുകിയിട്ട് കത്തിക്കുന്നവരുണ്ട്, പല്ല് തേച്ചിട്ട് കത്തിക്കുന്നവരുണ്ട്. എന്ത് തന്നെ ആയാലും രാവിലത്തെ ദീപജ്വാലനത്തിന് അങ്ങനെ ഒരു നിഷ്ഠ കർശനമല്ല. നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം വിളക്ക് കൊളുത്തി ആ വിളക്കിനെ കണ്ട് തൊഴുത് അന്നത്തെ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് എനർജിയാണ് അന്നത്തെ ദിവസം മുഴുവൻ. അപ്പോൾ അത് സൂര്യൻ്റെ ഉദയത്തിന് മുമ്പാണ്. ഇനി വൈകുന്നേരവും അങ്ങനെ തന്നെ. നമ്മളെ സംബന്ധിച്ച് സൂര്യൻ എങ്ങും പോകുന്നില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് സൂര്യപ്രകാശം നമുക്ക് ഇല്ലാതെയാവുകയാണ് സന്ധ്യമയങ്ങുമ്പോൾ രാത്രിയിൽ. മറ്റെവിടെയോ അത് പ്രകാശം കൊടുക്കുന്നുമുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ പ്രകാശത്തെ, അല്ലെങ്കിൽ ഈ ഊർജ സ്രോതസ്സിനെ നമുക്ക് ശേഖരിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ സന്ധ്യയ്ക്ക് സൂര്യൻ്റെ അസ്തമയത്തിൻ്റെ തൊട്ട് മുൻപേ തന്നെ സൂര്യനിൽ നിന്നും ആ പ്രകാശത്തെ ഞാൻ സ്വീകരിച്ച്, ആ ഊർജ്ജത്തെ ഞാൻ സ്വീകരിച്ചിട്ട് എൻ്റെ വീടിനകത്തേക്ക്, എൻ്റെ ആന്തരികമായിട്ടുള്ള ശക്തിയിലേക്ക് ചേർത്ത് വയ്ക്കുക. ഇതിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ ആ വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ ആ വിളക്ക് കൊളുത്തി സന്ധ്യയോടുകൂടി, സന്ധ്യ കഴിയുമ്പോഴേക്കും അതേപോലെ ഇത് എത്ര സമയം ഈ വിളക്ക് കത്തിച്ച് വെക്കണം എന്നൊക്കെ ഉണ്ടാകും. ഞാൻ പറയാം, ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന വിളക്കെണ്ണ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കത്തിക്കുന്നതെങ്കിൽ ഉടനെ അത് കെടുത്തുക. അതേസമയം നല്ല എള്ളെണ്ണയിലോ അല്ലെങ്കിൽ നല്ല പശുവിൻ നെയ്യിലോ കത്തിക്കുകയാണെങ്കിൽ എത്ര സമയം കത്തിച്ച് വെക്കുന്നോ അത്രയും പോസിറ്റീവാണത്. രാവ് മുഴുവനും പകൽ മുഴുവനും, അല്ലെങ്കിൽ കെടാവിളക്കായിട്ടോ കത്തിക്കാം. അത് ഇതായിരിക്കണം, അത്രയേ ഉള്ളൂ. ഈ വിളക്കെണ്ണ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒട്ടും ശുദ്ധമല്ലാത്തതാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ നല്ല എള്ളെണ്ണ, അതല്ലെങ്കിൽ നല്ല പശുവിൻ നെയ്യ്, ഈ രണ്ടിലുമാണ് വിളക്ക് കത്തിക്കേണ്ടത്. അത് നമ്മുടെ ഇതുപോലെ നമുക്ക് എത്ര നേരം കത്തിക്കുവാനുള്ള നെയ്യും എണ്ണയും ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുമോ അത്രയും നേരം നിങ്ങൾക്ക് അത് കത്തിക്കാം. ഈ തിരി മാറ്റുന്നത് ദിവസവും തിരി മാറ്റണോ? ദിവസം പഴയ ആളുകൾ പറയുക അതും ഇങ്ങനെ തന്നെയാണ്. ഒരു തവണ കത്തിച്ച തിരി അത് മാറ്റി പുതിയ തിരിയിട്ട് വേണം രണ്ടാമത് കത്തിക്കാൻ എന്നാണ് പറയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വലിയ വിളക്കൊന്നല്ല വീടുകളിൽ കത്തിക്കുക, കുഞ്ഞു വിളക്കൊക്കെയാണ് കത്തിക്കുക, അല്ലേ? അപ്പോൾ ആ തിരിയും കുഞ്ഞായിരിക്കും. അപ്പോൾ അത് കത്തിയിട്ട്
ഇപ്പം ഞാൻ രാവിലെ വിളക്ക് കത്തിച്ചു, അത് കുറച്ച് കത്തി അത് എടുത്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ കെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരിയുടെ നീളം കുറയും, ആ അറ്റത്തെ കരിയൊക്കെ. അപ്പോൾ നീളം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ 1 നേരം 2 നേരം കത്തിക്കാനുള്ള നെയ്യൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അതിൽ നെയ്യ് ഉണ്ടെങ്കിൽ ഇത് മതിയല്ലോ ഇപ്പോഴത്തേക്കും കൂടി കത്തിക്കാൻ എന്നാണ് സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടമ്മമാരും ചിന്തിക്കുന്ന കാര്യമാണത്. അതിലുണ്ട്, അത് മതിയാവും എന്ന് വിചാരിച്ചിട്ട് കത്തിക്കും. പക്ഷേ ഈ തിരിയുടെ അറ്റം ഈ നെയ്യിലേക്ക് തൊടില്ല, അല്ലെങ്കിൽ ഈ എണ്ണയിലേക്ക് തൊടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് കരിന്തിരി കത്തുക എന്ന് പറയും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വിളക്ക് നന്നായി, ഈ തിരി നന്നായി എണ്ണയിൽ മുങ്ങി അല്ലെങ്കിൽ നെയ്യിൽ മുങ്ങിയിരുന്ന് കത്തുന്ന സമയത്ത് ഉണ്ടാകുന്നത് പോലെയല്ല ഈ കരിന്തിരി കത്തുമ്പോൾ. അവിടെ ഒരു ചീത്ത ഗന്ധമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നന്നല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിനും നന്നല്ല. നമ്മുടെ കണ്ണിനും മനസ്സിനും നാസികയ്ക്കും രസനയ്ക്കായാലും നമ്മളുടെ ചെവികൾക്കായാലും ഇമ്പമുള്ളതും സന്തോഷം നൽകുന്നതുമാണ് നമ്മുടെ ജീവിതത്തിന് നന്നാവുക. രസനയുടെ കാര്യം പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, രുചിയുടെ കാര്യത്തിൽ അത് വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ. എന്നാലും നമുക്ക് കാഴ്ചയ്ക്കും കേൾവിക്കൊക്കെ സന്തോഷം തരുന്ന സംഗതിയാണ് ജീവിതത്തിലേക്ക് സന്തോഷം ഉണ്ടാക്കുക. അപ്പോൾ ഈ കരിന്തിരി കത്തുന്നതിൻ്റെ ഗന്ധം അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരു അവസരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ നേരവും വിളക്ക് കത്തിക്കുമ്പോൾ ഈ തിരി മാറ്റണം എന്ന് പറയുന്നത്. അതേസമയം നിറച്ചെണ്ണയൊക്കെ ഉണ്ട്, നിറച്ച് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും വെജിറ്റേറിയൻ അല്ല, നോൺ വെജാണ്. അപ്പോൾ ഉച്ച സമയങ്ങളിൽ നോൺ വെജൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം കുളിച്ചു തന്നെ വിളക്ക് കത്തിക്കണം എന്ന് നിർബന്ധമുണ്ട്. അല്ലാതെ പൊതുവേ ഉള്ളൊരു സംശയമാണ്. അതെ അതെ, നമ്മൾ ഈ കുളിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാലും മുഖവും കഴുകുക, കുളിക്കുക എന്നൊക്കെ പറയുന്നത് പിന്നെ ശരീരത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ശുദ്ധീകരണം മാത്രമല്ല ചെയ്യുന്നത്, അത് പിന്നെ ആന്തരികമായിട്ടും കൂടിയുണ്ട്. നമുക്ക് ഒന്നാലോചിച്ച് നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് വഴക്കിട്ട് വീടിനകത്ത് തന്നെ വീട്ടിലുള്ള വ്യക്തികളുമൊക്കെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളൊക്കെ ആയിട്ടായാലും ഒന്ന് നന്നായിട്ട് വഴക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് ഈ മനസ്സിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഓടിപ്പോയിട്ട് ഷവർ ഓൺ ചെയ്തിട്ട് അതിൻ്റെ കീഴെ നിന്ന് നോക്കൂ, ഒരു റിലീഫായിരിക്കും ഇല്ലേ? ഒന്ന് നമുക്ക് ആ ടെൻഷനുകൾ, ആ സമ്മർദ്ദത്തിന് ഒരയവ് വരും. അപ്പോൾ ശരീരത്തെ മാത്രമല്ല ഈ കുളി എന്നൊക്കെ പറയുന്നത് ശുദ്ധീകരിക്കുന്നത്, അല്ലേ? നമ്മളുടെ ഉള്ളിലൊരു തണുപ്പ്, ആ തണുപ്പോട് കൂടി എപ്പോഴും ടെൻഷനായിട്ട് നമ്മളൊരു കാര്യം, ഒരു സമ്മർദ്ദത്തിൽ പെട്ടിട്ട് ഒരു തീരുമാനമെടുത്താൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ശ്രദ്ധിക്കാനൊന്നും സാധിക്കില്ല, അല്ലേ? നമ്മൾ ഈ വിളക്ക് കൊളുത്തുന്നത് എന്തിനാണ്? ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി അതല്ലെങ്കിൽ മനസ്സിനെ കുറച്ച് സമയം ഏകാഗ്രമാക്കി നിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്, അല്ലേ? അത് നാമം ചൊല്ലിയിട്ടായാലും മനസ്സിനകത്ത് ഈശ്വരനെ ധ്യാനിച്ചിട്ടാണെങ്കിലും ഏത് രീതിയിലും ഏകാഗ്രമാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഏകാഗ്രമാകണമെങ്കിൽ മനസ്സൊന്ന് തണുക്കണം. ശരീരം തണുത്താൽ മനസ്സും തണുക്കും. എളുപ്പ വഴി അതാണ്. അതുകൊണ്ടാണ് കുളിച്ചിട്ട് ചെയ്യണം, കാലമുഖവും കഴുകിയിട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. കുറേ കൂടി ഏകാഗ്രതയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനും തീർച്ചയായിട്ടും അത് വൃത്തിയായിരിക്കണം എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഈ 2 ഉദ്ദേശവും നടക്കും ഇങ്ങനെ ചെയ്താൽ. ഇല്ല, നമുക്ക് വേറെ ടെൻഷനുകളും പ്രശ്നങ്ങളും ഒന്നുമില്ല, എനിക്കിപ്പോൾ കുളിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല, എനിക്ക് ഇപ്പോൾ കുളിക്കാൻ പറ്റിയ സാഹചര്യം അല്ലാത്തത് കൊണ്ട് ഞാൻ വിളക്ക് കത്തിക്കുന്നില്ല എന്ന് വെക്കുകയല്ല വേണ്ടത്. കുളിക്കാൻ പറ്റിയ സാഹചര്യമല്ല എങ്കിൽ എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കുകയും കുറച്ച് സമയത്തേക്ക് ഏകാഗ്രമാക്കി നിർത്തുകയും ചെയ്തിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ അത് ഒഴിവാക്കുകയല്ല വേണ്ടത്. ഏറ്റവും നല്ലത് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതിന് സാധിക്കില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരവസ്ഥ, ആ അവസ്ഥയിൽ നമ്മൾ ചെയ്യാം. മനസ്സിൻ്റെ അവസ്ഥയാണ് അതെ ഏറ്റവും പ്രധാനം എന്നാണ് തീർച്ചയായിട്ടും. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.